MySQL കമാൻഡ് പ്രോംപ്റ്റിൽ ഓപ്പൺ ചെയ്തിട്ട് പാസ്വേഡ് എൻ്റർ ചെയ്യുക. /s എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് MySQLൻ്റെ കറണ്ട് സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഇനിയും ആ പ്രോംപ്റ്റിൽ വന്നിട്ട് ഷോ ഡേറ്റാബേസസ് എന്നുള്ള ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ MySQLൽ ബൈ ഡീഫോൾട്ട് ഉള്ള ഡേറ്റാബേസസ് ഏതൊക്കെയാണോ അതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് ഡിസ്പ്ലേ ആയി വരും. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡേറ്റാബേസ് നമുക്ക് യൂസ് ചെയ്യാം, അല്ല എങ്കിൽ നമ്മുടെ ഓൺ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ക്വറി എഴുതുന്നത് ക്രിയേറ്റ് ഡേറ്റാബേസിൻ്റെ നെയിം കൊടുക്കുക. ഇറ്റ് വിൽ ബി ക്രിയേറ്റഡ്. നൗ ഷോ ഡേറ്റാബേസസ് കൊടുക്കുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാബേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതും ഉണ്ട്. ഇനിയും ആ ഒരു പർട്ടിക്കുലർ ഡേറ്റാബേസ് നമുക്ക് യൂസ് ചെയ്യണം. നമ്മൾ കറൻ്റ്ലി ഏതെങ്കിലും ഡേറ്റാബേസ് യൂസ് ചെയ്തിട്ടുണ്ടോ, കറൻ്റ്ലി യൂസിൽ ഏതാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ സെലക്ട് ഡേറ്റാബേസ് എന്നുള്ള ക്വറി കൊടുത്താൽ നൾ എന്ന് വന്നു. കറൻ്റ്ലി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ യൂസ് നമ്മുടെ ഡേറ്റാബേസിൻ്റെ നെയിം കൊടുക്കുന്നുണ്ടേ ആ ഡേറ്റാബേസാണ് ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. വീണ്ടും സെയിം ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ കണ്ടില്ലേ, കറൻ്റ്ലി ഇൻ യൂസ് സ്കൂളാണ്. ഇനിയും ഈ ക്രിയേറ്റ് ചെയ്തെടുത്ത ഡേറ്റാബേസിൽ നമ്മൾ ടേബിൾസ് ഉണ്ടാക്കുന്നു. അതിൻ്റെ ക്വറി എഴുതുന്നത് ക്രിയേറ്റ് ടേബിളിൻ്റെ നെയിം. അതിനുള്ളിൽ വരുന്ന ഓരോ കോളത്തിൻ്റെയും സ്പെസിഫിക്കേഷൻസ് പറയുകയാണ്. RNO ഇൻറ്റിജർ, നെയിം char 20. char എന്ന് പറയുന്നത് ഫിക്സഡ് ലെങ്ത് റെക്കോർഡാണ്. അത് 20 സ്പേസും യൂസ് ചെയ്യും. 20 സ്പേസ് ആ നെയിമിന് ഇല്ല എങ്കിൽ ബ്ലാങ്ക് സ്പേസ് കൊടുത്തിട്ടത് ഫില്ല് ചെയ്യും. varchar ആകുമ്പോൾ വേരിയബിൾ ലെങ്ത് റെക്കോർഡാണ്. എത്രയാണോ നെയിമിൽ ഉള്ള ലെറ്റേഴ്സ് അത്രയും ബൈറ്റ് മാത്രമേ അത് യൂസ് ചെയ്യുള്ളൂ. ക്ലാസ് കൊടുത്ത് ഇൻറ്റിജർ, ഡിവിഷൻ കൊടുത്ത് ക്യാരക്ടർ 2, മാർക്ക് എഗെയിൻ ഇൻറ്റിജർ. അങ്ങനെ ഒരു ടേബിള് ക്രിയേറ്റ് ചെയ്തു. നൗ ഷോ ടേബിൾസ് എന്നുള്ള ക്വറി കൊടുക്കുമ്പോൾ നമ്മുടെ ഡേറ്റാബേസ് സ്കൂളിൽ ഏതാണോ ടേബിൾ ഉള്ളത് അതിൻ്റെ ലിസ്റ്റ് വരും. സ്റ്റുഡൻ്റ് എന്നൊരു ടേബിളാണ് ഉള്ളത്. അതേപോലെ DESE അല്ലെങ്കിൽ ഡിസ്ക്രൈബ് സ്റ്റുഡൻറ്റ് കൊടുത്താൽ അതിൻ്റെ സ്ട്രക്ചർ, അതിലുള്ള കോളത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ ഡിസൈനിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ നമുക്ക് കിട്ടും. ഇനി ടേബിളിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ ഉണ്ടായി വന്നത്. അപ്പോൾ ആ ഒരു ടേബിളിലേക്ക് നമുക്ക് ഡേറ്റാസ് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ക്വറിയാണ് ഇൻസേർട്ട് ഇൻറ്റു. ആ ടേബിളിൻ്റെ പേര് പറയുക. ബ്രാക്കറ്റിൽ നമുക്ക് ഈ കോളം ഹെഡിങ്സ് പറഞ്ഞിട്ട് വാല്യൂസ് കൊടുക്കാം. അല്ലാതെ എല്ലാ കോളത്തിനും വാല്യൂസ് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഫീൽഡിനും ഉള്ള വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എല്ലാ ഫീൽഡും പറയുന്നില്ല എങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ബ്രാക്കറ്റിൽ വേണ്ട ഫീൽഡ് മാത്രം സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ട് വേണം പോകാൻ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡിലെ 12th സ്റ്റാൻഡേർഡിലെ എയും ബിയും ഓരോ ഡിവിഷൻസ് വെച്ചിട്ട് ഓരോ ഡിവിഷനിലും 2 കുട്ടികളെ വെച്ചിട്ട് എൻ്റർ ചെയ്യുന്നു. റോൾ നമ്പർ, നെയിം, ക്ലാസ്, ഡിവിഷന്, മാർക്ക്. അങ്ങനെ ഒരു 8 പേരെ എൻ്റർ ചെയ്യും. 10 എയും ബിയും 12 എയും ബിയും ഓരോ ക്ലാസ്സിലും 2 പേര് വെച്ചിട്ട് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ടോട്ടലി 8 റോസ് ആയി നമ്മുടെ ടേബിളിൽ ക്രിയേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടേബിളിന് ഉള്ള എല്ലാ ഡേറ്റാസും അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. 8 റോസ് വന്നില്ലേ. ഇനിയും ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ ബേസ് ചെയ്ത ഡേറ്റാസ് മാത്രം നമുക്ക് റിട്രീവ് ചെയ്താൽ മതിയെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം വേറെ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുക. അവിടെ സ്പേസ് കൊടുക്കാഞ്ഞത് കൊണ്ടാണ് വീണ്ടും വന്ന് സ്പേസ് കൊടുത്തിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ മാർക്ക് ഗ്രേറ്റർ ദാൻ 500 ഉള്ള ആളുകളെ മാത്രമാണ് നമുക്കിപ്പോൾ ഡിസ്പ്ലേ ആക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷനിൽ നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റേഴ്സൊക്കെ കൊടുക്കാം. ഇന്ന്, ലൈക്ക്, അതേപോലെയുള്ള ഓപ്പറേറ്റേഴ്സൊക്കെ കൊടുത്ത് ബിറ്റ്വീൻ കൊടുക്കാം. ലൈക്കിനുള്ളിൽ തന്നെ നമ്മൾ അണ്ടർസ്കോർ കൊടുക്കുകയാണെങ്കിൽ അത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സായി. ഇവിടെ 4 എണ്ണം കൊടുത്തതുകൊണ്ട് 4 ക്യാരക്ടറുള്ള നെയിം മാത്രമേ വന്നിട്ടുള്ളൂ. സബ്സ്ട്രിങ്ങിന് നമുക്ക് പെർസെൻറ്റേജ് കൊടുക്കാം. അതേപോലെ തന്നെ ഈ കിട്ടുന്ന ഔട്ട്പുട്ട് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഓർഡർ ബൈ ക്ലോസ് കൊടുത്തുകൊണ്ട് ചെയ്താൽ മതി. ഇപ്പോൾ മാർക്കിൻ്റെ അസെൻഡിങ് ഓർഡറിലാണ് വന്നത്.
ഡിസെൻഡിങ് ഓർഡർ വരണമെങ്കിൽ ഓർഡർ ബൈ ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പറയുന്ന കോളത്തിൻ്റെ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും വരുന്നത്. ഇവിടെ കണ്ടീഷൻ കൊടുത്തുകൊണ്ട് തന്നെ ഓർഡർ ബൈ കൊടുക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വെയർ മാർക്ക് ഗ്രേറ്റർ ദാൻ 500. അതിൻ്റെ കൂടെ എന്തെങ്കിലും കണ്ടീഷൻസ് കൂടെ ക്ലബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓർ ക്വസ്റ്റിൻ്റെ ആ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ലോജിക്കൽ ഓപ്പറേറ്റർ നമുക്കവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ സ്ട്രക്ചർ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. ഓൾട്ടർ ടേബിൾ എന്നുള്ള കുറയാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓൾട്ടർ ടേബിളിൽ ആഡ് ചെയ്യാം, കോളങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൾട്ടർ ചെയ്യാം. റിമൂവ് ചെയ്യാൻ വേണ്ടി ഡ്രോപ്പ് ചെയ്യാം, ഓൾട്ടറിനുള്ളിൽ മോഡിഫൈ ചെയ്യാം, ചേഞ്ച് ചെയ്യാം, അതൊക്കെയുണ്ട്. ഇവിടെ നമ്മൾ എക്സ്ട്രാ ഒരു കോളം കൂടി ആഡ് ചെയ്യുന്നു. HOI ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാരക്ടർ 10 കൊടുത്തു, HOI വന്നിട്ടുണ്ട്. ഇനി ഈ HOIക്ക് നമുക്ക് വാല്യൂ ഇതിലേക്ക് കൊടുക്കണമെങ്കിൽ അപ്ഡേറ്റ് എന്നുള്ള കുറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്ഡേറ്റ് ടേബിളിൻ്റെ നെയിം എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? സെറ്റ് വാല്യൂ ഓഫ് HOI. സെറ്റ് HOI ഈക്വൽ ടു HM വെയർ ക്ലാസ് ഈക്വൽ ടു 10. അതേപോലെ തന്നെ അപ്പോൾ അത് 4 റോസിൻ്റെ വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി 4 റോയും കൂടി ഉണ്ട്. HOI ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ വെയർ ക്ലാസ് ഈക്വൽ ടു 12. അപ്പോൾ അടുത്ത 4 റോസും കൂടി മാറിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 8 റോസിലും വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് കൊടുത്താൽ HOIക്ക് വാല്യൂസ് അപ്ഡേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ സിംഗിൾ റോ ഫംഗ്ഷൻ ആയിരുന്നു. മൾട്ടിപ്പിൾ റോസിന് ഒരു സിംഗിൾ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ്. അത് സമ്മ്, കൗണ്ട്, മിന്ന്, മാക്സ്, ആവറേജ് ഒക്കെ ഉണ്ട്. സെലക്ട് സം മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ടോട്ടൽ ആ കോളങ്ങൾക്കെല്ലാം കൂടി നമുക്കൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അത് നമ്മൾ സ്റ്റുഡൻറ്റ് കൊടുത്തിട്ട് ക്ലാസ് 10ൻ്റെ സം കണ്ടു, ക്ലാസ് 12ൻ്റെ കണ്ടു. ഇനി ഒരേ സമയത്ത് തന്നെ നമുക്ക് 10നും 12ൻ്റെയും സമ്മ് സെപ്പറേറ്റ് ആയിട്ട് കാണണമെങ്കിൽ ഈ ഒരു ടേബിളിനെ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കണം. ക്ലാസിൻ്റെ ബേസിൽ ഗ്രൂപ്പാക്കി എടുക്കണം 10ഉം 12ഉം. അപ്പോൾ എങ്ങനെ എഴുതുക? സെലക്ട് ക്ലാസ് സം മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ് ബൈ ക്ലാസ്. ക്ലാസിൻ്റെ ഓർഡറിൽ 2 ഗ്രൂപ്പായി. ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലാസ് 10. അപ്പോൾ അതിൻ്റെ ക്ലാസ് 10ൻ്റെ മുഴുവനും സമ്മ് മാർക്കുകളുടെ സം കിട്ടിയിട്ടുണ്ട്. അതേപോലെ ക്ലാസ് 12ൻ്റെയും. ഇനിയും ഈ ക്ലാസിൻ്റെ ബേസിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടാതെ ഓരോ ക്ലാസ്സിൻ്റെയും ഡിവിഷനും കൂടി അനുസരിച്ച് ഗ്രൂപ്പ് വേണമെങ്കിൽ സെലക്ട് ക്ലാസ് ഡിവിഷന് മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ് ബൈ ക്ലാസ് ഡിവിഷൻ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ക്ലാസ് കൊണ്ട് ഡിവിഷൻ വെച്ചിട്ട് ഫർദർ അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതിനുള്ളിൽ ഈ ഗ്രൂപ്പിനുള്ളിൽ ഏതെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് മാത്രം മതിയെങ്കിൽ അതും നമുക്ക് ഹാവിങ് ക്ലോസ് യൂസ് ചെയ്യാം. ഹാവിങ്ങിൻ്റെ റൈറ്റിൽ നമ്മൾ കണ്ടീഷൻസ് കൊടുക്കുമ്പോൾ നേരത്തെ ഉപയോഗിച്ച കണ്ടീഷൻസ് കൂടാതെ ഈ അഗ്രിഗേറ്റ് ഫങ്ഷൻസും ഇവിടെ നമുക്ക് കണ്ടീഷനായിട്ട് കൊടുക്കാൻ പറ്റും. വേറിൽ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡേറ്റാസാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയും ഗ്രൂപ്പബിളായിട്ടുള്ള ഏത് ഡേറ്റ വെച്ചിട്ട് വേണമെങ്കിലും ഗ്രൂപ്പിംഗ് പോസിബിളായിട്ടുള്ള ഏത് ഡേറ്റ വെച്ചിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇപ്പോൾ ക്ലാസ് അനുസരിച്ചാണ് നമുക്ക് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ ക്ലാസ് HOI ഫ്രം സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ് ബൈ ക്ലാസ് HOI നമുക്ക് കണ്ടില്ലേ, ആ ക്ലാസ്സിൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് ഗ്രൂപ്പാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടേബിളിൽ നിന്ന് ഡേറ്റാസ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ് കൊറിയാണ് ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് മാത്രം ഡിലീറ്റ് ചെയ്താൽ മതിയെങ്കിൽ ആ കണ്ടീഷൻ വേറിൽ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ആ പർട്ടിക്കുലർ നെയിം ഹരിയായിട്ട് വരുന്നത് മാത്രമേ അത് ഡിലീറ്റ് ആക്കുന്നുള്ളൂ. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എടുക്കുക, അതിൽ നിന്ന് ഹരി റിമൂവ് ആയിട്ടുണ്ട്. നൗ ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് ഇങ്ങനെ കൊടുത്താൽ എൻ്റെ ഡീറ്റെയിലും പോകും. വെയർ HOI ഈക്വൽ ടു HM എന്ന് കൊടുക്കുന്നു. അത് അപ്പോൾ HM ആയിട്ടുള്ളത് മാത്രമാണ്
ഡിലീറ്റ് ആവുന്നത്. ഈ കൊടുക്കുന്ന സ്ട്രിങ് എല്ലാം കേസ് സെൻസിറ്റീവ് ആണ്. അതിനനുസരിച്ച് തന്നെ നമ്മൾ വാല്യൂസ് ചെക്ക് ചെയ്യാൻ കൊടുക്കണം. ഇനിയും ഡ്രോപ്പ് എന്നുള്ളൊരു കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ഡ്രോപ്പ് ടേബിൾ ആണെങ്കിൽ ടേബിൾ ഡിലീറ്റ് ആകും, ഡ്രോപ്പ് ഡേറ്റാബേസ് ആണെങ്കിൽ ഡേറ്റാബേസ് ഡിലീറ്റ് ആകും. സെലക്ട് ഡേറ്റാബേസ് നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഡേറ്റാബേസ് ഒന്നും ഇല്ല. ഷോ ഡേറ്റാബേസസ് കൊടുക്കുമ്പോൾ ഇവിടെ ഫങ്ഷൻ അല്ല, ഷോ ഡേറ്റാബേസസ് എന്നാണ്. ഷോ ഡേറ്റാബേസസ് എന്നുള്ള കമാൻഡ് കൊടുക്കുമ്പോൾ സിസ്റ്റത്തിലുള്ള ഡേറ്റാബേസ് വരുന്നതിൽ നിന്ന് സ്കൂളിൽ പോയിട്ടുണ്ട്, നമ്മളത് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. ഇനി സിമ്പിൾ കാൽക്കുലേഷൻസ് ഒക്കെയും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. സെലക്ട് 5+3 എന്ന് പറഞ്ഞാൽ നമുക്ക് 8 എന്ന് കിട്ടും. അതേപോലെ നൗ എന്ന് കൊടുത്താൽ കറണ്ട് ഡേറ്റും ടൈമും കിട്ടും. സെലക്ട് കറണ്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഡേറ്റ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ സെലക്ട് സിസ്റ്റം ഡേറ്റ് കൊടുത്താൽ സിസ്റ്റത്തിലെ ഡേറ്റ് കിട്ടും.